ഡാപ്സി വേഴ്സസ് MHR. കുറച്ച് ദിവസമൊക്കെ ആയിട്ട് എൻ്റെ കണ്ടൻറ്റുകൾക്കടിയിൽ കോമൻറ്റ് ബോക്സിലൊക്കെ ഡാപ്സി ഡിസ്സിറക്കി, MHR ഡിസ്സിറക്കി. ഈ ഒരു എന്താ പറയുക, റാപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ഇവരുടെയൊക്കെ കോണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്ന, ഇവരുടെയൊക്കെ എന്താ പറയുക പാട്ടുകൾ ലൂപ്പ് ചെയ്ത് കേൾക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ ഇതെന്താ പറയുക, ഇത് കുറേയൊക്കെ ഒരു കോർ ഓഡിയൻസിന് ഈ സാധനങ്ങൾ മനസ്സിലാവുള്ളൂ, ഈ ഒരു കോണ്ടൻറ്റ്. ഡാപ്സി എല്ലാവർക്കും അറിയായിരിക്കും, MHRന് എല്ലാവർക്കും അറിയായിരിക്കും. ഡാപ്സി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലങ്ങനെ കാര്യമായിട്ടുള്ള ലിറിക്സോ സംഗതികളോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഹിറ്റോ അങ്ങനത്തെ ഒരു ഐറ്റം, ഒരു ഡിസ് ഫീലൊന്നും തന്നില്ല. പക്ഷെ ആരാത് ഫ്രം MHR ഈസ് ലൈക്ക് പ്രോപ്പർ ഡിസ്, മറ്റേ അടിയാണ്. ഡാപ്സിക്കിട്ടുള്ള കൊട്ടാണ് സംഗതി. ഈ ഡിസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഡിസ് ട്രാക്ക് എന്ന് പറയും. അതായത് ഒരു റാപ്പർ, ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റിനെ അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കാനോ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കേസ് കൊടുക്കും, അല്ലെങ്കിൽ തല്ലി തീർക്കും, അല്ലെങ്കിൽ വെല്ലുവിളിക്കും, അങ്ങനെയാണ്. പക്ഷെ റാപ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഡിസ്റെസ്പെക്റ്റ്. അതാണ് ഈ ഡിസ് എന്ന് പറഞ്ഞ സാധനം, ഡിസ്റെസ്പെക്റ്റ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇറക്കി വിടും. അതായത് അയാളുടെ പാട്ടുകളെക്കുറിച്ചോ അയാളുടെ പാട്ടുകൾ പാടുന്നതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അയാൾ ചെയ്ത പാട്ടിൻ്റെ പ്രൊഫഷണലി ചെയ്ത എന്തെങ്കിലും സംഗതികളെ കുറിച്ചൊക്കെ ഒരു സാധനം ഇറക്കി വിട്ടിട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇറക്കും, അതായത് ഡിസ് ട്രാക്ക്. MHR ഇറക്കിയ ഡിസ് ആരടാ അത്? കത്തി ഇൻ ദ സെൻസ്, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിസ്സിൻ്റെ ഒരു പോർഷൻ ഇപ്പോൾ റീലിൽ കളിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ബൈക്ക് എടുത്ത് പോയിട്ട് വല്ല വണ്ടിയുമോ കുത്താൻ പോകുമ്പോൾ റീലിൽ മിക്കവാറും ഇപ്പോൾ ഇന്നലെ വേണ്ടി നിങ്ങൾ ഈ ഒരു പാട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു പോർഷൻ ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് MHRൻ്റെ അരട ട്രാക്കിലെ ഐറ്റമാണ്. ഇതിൻ്റെ ഒരു ലിറിക്സ് നിങ്ങളൊന്ന് മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ലിറിക്സ് മൊത്തം ഡാപ്സിക്കുള്ള അടിയാണ്. ഡാപ്സിക്കുള്ള അടി മീൻസ് ഡയറക്റ്റ് അടി. ഞാൻ ഇതിൻ്റെ ലിറിക്സിൻ്റെ പോർഷൻസ് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇതിൽ സെൽഫോണിൽ തുറന്നാൽ 100 അതായത് ഈ എലമെൻറ്റ്, മലബാർ മായിൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഡാപ്സി സ്ഥിരമായിട്ട് അടിക്കുന്ന ഐറ്റങ്ങളാണ്. അതുപോലെ തന്നെ മ്യൂസിക് മൊത്തം സുനോ, എളുപ്പം പണി മാണോ, മനസ്സിലായി? ഇങ്ങനെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ലിറിക്സ് പോകുന്ന ഒരു ഐറ്റം മനസ്സിലാവും. ഓക്കെ, അതിൽ തന്നെ ഈ കിട്ടിയ ഹിറ്റ് മൊത്തം കട്ട മെലഡി. ഓക്കെ, ഈ റാപ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ അത്യാവശ്യം മെലഡീസ് കൂടുതൽ ഹിറ്റായിട്ടുള്ളത് ഡബ്സീൻ്റെയാണ്. ക്രെഡിറ്റ് സ്വന്തം ഇട്ട മുത്തു ഡബ്ബ പാരഡി. ഡബ്ബ എന്നുള്ളതാണ് പിന്നെ ഡബ്സി ആയി എന്നുള്ളതൊക്കെ ആ ഡബ്സിയുടെ ഒരു എന്താ പറയുക എവല്യൂഷൻ സംഗതി. ഡബ്സി പറഞ്ഞ സമയത്ത് തന്നെ അറിയാം, സ്കൂൾ കാലഘട്ടത്തിൽ ഡബ്ബ കൊണ്ടുപോയിട്ട് ഡബ്ബ എന്ന് വിളി വന്നു, പിന്നെ അത് ഡബ്സി ആയി മാറിയിരുന്നു. കിട്ടിയ ഹിറ്റ് മൊത്തം കട്ട മെല്ലടി. ഈ കട്ട മെല്ലടിയിലൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഡാബ്സി വേഴ്സസ് MHR വിഷയത്തിൽ ഒരു 1.5 വർഷം മുമ്പ് പ്രൊഫഷണലി ഒരു സാധനത്തിൻ്റെ മുകളിൽ മങ്കായൻ്റെ ഒട്ടകം, അതിൻ്റെ മുകളിൽ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ MHR ഒരു ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കിട്ടിയ ഹിറ്റ് മൊത്തം കട്ട മെല്ലടി എന്നുള്ള സാധനത്തിലേക്ക് ആ സാധനം എഴുതി വെച്ചതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്രെഡിറ്റ് സ്വന്തം ഇട്ട മുത്ത് ഡബ്ബ പാരഡി. യെസ്, എഗെയിൻ അതന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഡിസ് അടിച്ചത് MHRൻ്റെത് ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് അടിയാണ്. അതായത് ഡാപ്സിക്ക് ഇട്ടുള്ള കൊട്ടാണ്, ലിറിക്സ് മൊത്തം കൊട്ടാണ്. ഇപ്പോൾ ഡാപ്സിയെ ആദ്യമായിട്ടല്ല ഒരാൾ ഡിസ് ചെയ്യുന്നത്. ഓക്കെ, ഡാപ്സിയെ ഡിസ് ചെയ്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അത് അത്യാവശ്യം ഈ ഒരു സെറ്റപ്പുമായിട്ട് കണക്റ്റ് ആവുന്നവർക്ക് മനസ്സിലാവും. മലബാർ ഹുഡ് വേഴ്സസ് ഡാപ്സി എന്നുള്ള സംഗതികളൊക്കെ ഉണ്ട്. അത് കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ MHRൻ്റെ ഈ ഒരു സാധനം
കുറച്ച് എന്താ പറയുക കൂടുതൽ ഡയറക്റ്റ് അടി എന്നുള്ള രീതിക്ക് വന്നത്. ഇനി ഇവർ തമ്മിലുള്ള ക്ലാഷ് തുടങ്ങുന്നത് മങ്കയിൽ നിന്നാണ്. ഓക്കെ, ഡാപ്സിയുടെ മങ്ക ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ മങ്ക ഡാപ്സി തഗ്വൈസറും കൂടിയാണ് മങ്ക ചെയ്തത്. നമ്മൾ അങ്ങനെയാണ് കണ്ടതും കേട്ടത്. പക്ഷേ നിങ്ങൾ MHRൻ്റെ ഒട്ടകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടകവും മങ്കയും തമ്മിൽ വലിയ മാറ്റമില്ല. അതിൻ്റെ ബീറ്റ്സ് സെയിമാണ്, ആ മൊത്തത്തിലുള്ള സംഗതി സെയിമാണ്. ഓക്കെ, അതിൻ്റെ പിന്നിലുള്ള കഥയാണ് ഇപ്പം ഈ ഡിസ് ഇറക്കി തമ്മിൽ ഈ രീതി തമ്മിൽ എന്ന് പറയാനില്ല. ഡാബ്സിയുടെ ഇതിനകത്ത് അച്ചാറ് അതൊരുമാതിരി സ്വന്തം ഡിസടിച്ച പോലത്തെ ഐറ്റം പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ലൈവ് എന്താണ് ഈ മങ്ക ആൻഡ് ഒട്ടകം ഇഷ്യൂ എന്നുള്ളത് അന്ന് ലൈവിൽ MHR പറഞ്ഞൊന്ന് പ്ലേ ചെയ്യാം. ചിലർക്ക് അറിയായിരിക്കും മങ്കയും ഒട്ടകവും സെയിം സാമ്യത തോന്നിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്താ അതിനൊരു ക്ലിയർ വരുത്താനാണ് ഞാൻ വന്നത്. എന്ന് വെച്ചാൽ അതിന് ശരിക്ക് മങ്കക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് ഞാനായിരുന്നു. എന്ന് വെച്ചാൽ മങ്ക പ്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു ബീറ്റ്. ആ ട്രാക്കാണ് ശരിക്ക് ഒട്ടകം എന്ന് പറയുന്ന ട്രാക്ക്. ഈ ഒരു ഡീലുമായി ഡബ്ജി എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ മലർക്കൊടി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ ശരിക്കും ഉണ്ടായത് വെച്ചാൽ എൻ്റെ ആദ്യം ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ പയർ ബീറ്റ് പരിപാടി. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി അത് ഇതിന് ആപ്റ്റായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതിൽ പിന്നെ കുറച്ചധികം പണിയെടുത്ത് മങ്കക്ക് ബീറ്റ് ചെയ്ത്. അതാണ് ഈ ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക്. അതിൽ മെലഡി പരിപാടികളെല്ലാം ഒന്നും സാമ്പിൾ അല്ല, ഒക്കെ ഞാൻ കമ്പോസ് ചെയ്ത് അതിലെ ഹാർമോണി ആയാലും അതിൻ്റെ ഫസ്റ്റ് വരുന്ന സാക്സ് മെലഡി സാധനങ്ങളായാലൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്തെടുത്ത് അതിൻ്റെ സെൻട്രലിലുള്ള അതിൽ ഡ്രില്ലിൻ്റെ ഐഡിയ ഒക്കെ ഡബ്ജി പറഞ്ഞു തന്നു. ബാക്കിയെല്ലാം ഞാൻ ഡ്രിൽ ബീറ്റ് ചെയ്യണം എന്നുള്ളത് ഡബ്ജിയുടേതായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയ പരിപാടി സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കുറേ അത് കൊടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കൊടുത്തിട്ടില്ല, ഞാൻ MP3 കൊടുത്തു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെയാണ് സ്റ്റെമ്മിന് എനിക്ക് വിളിക്കേണ്ടായിട്ട്. എന്ന് വെച്ചാൽ മാസപ്പീലിൻ്റെ ANR ആയിട്ടുള്ള റൺബീറാണ് എനിക്ക് സ്റ്റെമ്മിന് വിളിച്ചത്. സ്റ്റെമ്മ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റെമ്മ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്റ്റെമ്മ് ഫൈനൽ ഔട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫൈനൽ ഔട്ട് ഞാൻ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഡബ്ജി എനിക്ക് വിളിച്ചിട്ട് ഈ സാധനം എനിക്ക് വേണ്ടെന്നാൽ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജി പോകേണ്ടായത്. പിന്നെ ഫൈനലായിട്ട് ചോദിച്ചു എന്നോട് എൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ. കറക്റ്റ് എൻ്റെ പേയ്മെൻറ്റ് എത്ര വേണ്ടതെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിൽ കുറഞ്ഞൊരാളെ കിട്ടി, ഞാൻ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജിയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ആരോടും ഒരു ദേഷ്യമോ പരിപാടിയൊന്നുമില്ല, എനിക്കെല്ലാം ഞാൻ എൻ്റെ ഏട്ടനെ പോലെ കാണുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ഇങ്ങനെ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം പറഞ്ഞു. ഞാനപ്പോഴും മര്യാദയിൽ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ അത്രയും ചെയ്തിട്ട് ഞാൻ എൻ്റെ ബീറ്റ് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ വേറെ ചെയ്തോളി എന്ന് പറഞ്ഞു. ഓൻ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ബീറ്റ് വേണ്ട, ഈ ബീറ്റ് ചെടുത്തോ യൂസ് ചെയ്തോ, എല്ലാത്തിനും എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്, ഇത് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്തോ എനിക്ക് വേണ്ടെന്ന് പറയാണ്ടായത്, ഈ ബീറ്റ് യൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓന് വേറെ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു, വേറെ ചെയ്യിച്ചു എന്നും പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടത്. ടീസർ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഇൻട്രോ ഒരു 80% എൻ്റെ ട്രാക്കിൽ ഞാൻ എങ്ങനെയാണ് ഒട്ടകം ഉണ്ടാക്കിയത്, ആ ഒട്ടകത്തിൽ സെയിം മെലഡിയും പരിപാടികളും. അതായത് പ്രൊഫഷണലി ഇപ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം പിടിക്കുന്ന പണിയാണ് ഡാബ്സി MHRനോട് ചെയ്തത്. കാശ് എനിക്കെന്താ ഡാബ്സി തിങ്ക് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാശ് വാങ്ങാതിരിക്കുക. MHRനെ പോലെ പണി അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ബീറ്റ് സെറ്റ് ചെയ്ത് തരുമ്പോൾ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അത് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് അയാൾക്ക് അർഹിതപ്പെടുന്ന കാര്യം കൊടുത്തിട്ട് എന്നിട്ട് ഈ ട്രാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഡാബ്സീൻ്റെ ഒരു എന്താ പറയുക കരിയർ നമുക്ക് നോക്കിയാൽ അറിയാം. പല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ബിൽഡായിട്ടുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ മലബാർ കൊണ്ട് നടക്കുന്നത് കൊണ്ടും കുറേ നല്ല ട്രാക്കുകൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടും പീപ്പിൾ ആർ ലൈക്ക്, ഇതിപ്പോൾ വിനായകനെ പറഞ്ഞ പോലെയാണ് ഡാബ്സിയുടെ ഒരു വിനായകൻ മീഷോന്ന് എടുത്തൊരു ഐറ്റമാണ് ഡാബ്സി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ആയിട്ടുള്ളത്.
സംസാര രീതിയും കാണിക്കലും പേഴ്സണൽ ലൈഫിൽ കാണിച്ചു കൂട്ടിയത് അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ കണക്ട് ചെയ്ത ഐറ്റങ്ങൾ തമ്മിൽ എന്തോ ഒരു മീഷോ കണക്ഷൻ ഉണ്ട്, ഒരു 144B ഉണ്ട്. അപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ അയാൾ എഫേർട്ട് ഇട്ട് അയാളത് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരുമ്പോൾ മാന്യമായുള്ള വേതനം കൊടുത്ത് അയാളെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് പകരം അയാളുടെ കയ്യിൽ നിന്നൊരു ഫയല് തൽക്കാലത്തിന് മേടിച്ച് പിന്നെ അത് വേറൊരു ആളെ വെച്ച് അതിന് കൂടുതൽ എന്താ പറയുക എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് അതിന് ബീറ്റ് കയറ്റി പിന്നെ അത് സ്വന്തം ട്രാക്കിനകത്ത് ഉപയോഗിക്കുമ്പോൾ അടിച്ചു മാറ്റലിൻ്റെ എക്സ്ട്രീം നല്ല ഇതിന് പറയണ്ടേ. അപ്പോൾ പിന്നെ ഈ MHR ഡിസ് എഴുതുമ്പോൾ അതിനകത്ത് ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റി എന്നുള്ള സാധനം എഴുതാതിരിക്കൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അന്ന് ലൈവിൽ ഈ MHR ഇത് ഇത്ര സീനാക്കിയിട്ടില്ല. അന്ന് ലൈവിൽ പറഞ്ഞ സമയത്ത് ഒരു കൈൻഡ് ഓഫ് ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടാണ് MHR സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ രീതിയിൽ ഇതൊക്കെ കോടതിയിൽ പോയി കേസായി വിഷയമായി വൻ സോഷ്യൽ മീഡിയ ഹൈപ്പായി ഇത് അങ്ങനെ പോകേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് MHR കുറച്ചും കൂടി മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇത് ഇവിടെയും തീർന്നിട്ടില്ല. ഇങ്ങനെ പൈസ കൊടുക്കാതെ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ചാൽ മാത്രമല്ല ഇനിയുള്ളത് കേട്ടോ. ഞാൻ കമ്പോസ് ചെയ്ത സാധനമാകുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് വാങ്ങും. ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാം. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിലുള്ളതൊക്കെ. എന്നോട് പറഞ്ഞാൽ ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ. പക്ഷേ ഞാൻ അന്ന് അയച്ച റഫ്, അന്ന് മങ്കക്ക് ആദ്യം ചെയ്ത് ബീറ്റിന് വേണ്ടി അയച്ച റഫിലെ മെലഡീസ് അതേപോലെ അവരെന്ത് ചെയ്തു, ഒറിജിനൽ വായിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്ത മെലഡി ആൾക്കൊണ്ട് വായിപ്പിച്ച് അതുപോലെ അതിലിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ശരിക്ക് ഈ മങ്കന്റെ കേസിലുണ്ടായത്. പിന്നെ തഡ്വേസറാണ് റീക്രിയേറ്റ് ചെയ്ത് ബീറ്റ്. പക്ഷെ തഡ്വേസറിന് യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ലായിരുന്നു. ഞാനാണ് അതിൻ്റെ ആദ്യം ബീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരാൾ ബീറ്റ് എടുത്തിട്ടാണ് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആൾക്കറിയില്ല ഇത് ഇങ്ങനെ ഒരാൾ ചെയ്ത ബീറ്റാണ്, MHR ചെയ്ത ബീറ്റാണ്, അതാണ് റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ തഡ്വേസർക്ക് ഇതിൽ യാതൊരു റോളില്ല എന്നാണ് ഞാൻ ആളായിട്ട് സംസാരിച്ചു. പക്ഷെ ആൾക്ക് അങ്ങനെ യാതൊരു റോളില്ല. കാരണം ആളെ തെറ്റല്ല, ഇത് തഡ്വേസർ തെറ്റല്ല. പിന്നെ എനിക്കിതിലാകെ പറയാനുള്ളത്, ഒരാളെ ബീറ്റ് ഇങ്ങനെ എടുത്തിട്ടും അത് ഇതറിഞ്ഞിട്ടാണ് ഞാൻ ഒട്ടകം വേഗം റിലീസ് ചെയ്തിട്ടു. പിന്നെ ഇതിന് ശേഷം ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക് ഞാൻ വേഗം റിലീസ് ചെയ്യണ്ടേ. ഇങ്ങനെ പ്രശ്നം മുൻകണ്ട് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടീസർ കണ്ടപ്പോൾ വേഗം ഒട്ടകം എന്ന് പറഞ്ഞ പേരിൽ ആ ട്രാക്ക് റിലീസ് ചെയ്ത് ഞാൻ. അപ്പോഴാണ് ഈ ഒട്ടകം ഇറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ സ്പോട്ടിഫൈൻ്റെ പിടിപാട് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവർ സ്പോട്ടിഫൈന്ന് റിമൂവ് ചെയ്യേണ്ടത്. ഈ ANR മാസത്തിൻ്റെ ANR രൺബീർ എന്ന് പറഞ്ഞ ആളാണ് റിമൂവ് ചെയ്തത്. കറക്റ്റ് മെയിലുണ്ട് ആരാണ് ചെയ്തത് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ആർട്ട്, ഞാൻ ചെയ്തൊരു ആർട്ട് വേറൊരാൾ എൻ്റെ കമ്പോസിങ് പരിപാടിയൊക്കെ വേറൊരാൾ കൊണ്ടുപോവുക, പോരാത്തിന് എൻ്റെ സാധനം ഞാൻ കോപ്പിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധനം റിമൂവ് ചെയ്യിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഇതെന്ത് സംഭവം എന്നുള്ളത്. ഭയങ്കര സിഹിനാണ് പരിപാടി. പിന്നെ ഇതൊന്നും പോരാത്ത എനിക്ക് മാസപ്പീലിനോടാണ് പ്രത്യേകിച്ച്. കാരണം ഈ മാസപ്പീലിൻ്റെ ANRനും മാസപ്പീലിനും ഇത് കറക്റ്റായിട്ട് അറിയാം ഇത് വേറെ ആൾ ബീറ്റ് കോപ്പി എടുത്തതാണെന്നുള്ളതും വേറെ ആളെ പെർമിഷൻ ഇല്ലാതെ ഇത് ഫുള്ള് യൂസ് ചെയ്തെന്നുള്ളതും. എന്നിട്ടും അവർ ലാസ്റ്റത്തെ സ്റ്റോറി ഞാൻ കണ്ട ആൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു 100 മലർപ്പൊടി ഞാൻ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനത്തെ എന്നിട്ടും മാസപ്പീൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് അറിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ. പിന്നെ സ്പോട്ടിഫൈക്കാർക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ട് യാതൊരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ ആർട്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചെയ്തൊരു ട്രാക്ക്, ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാക്ക് വേറെ ആൾ അതേപോലെ ചെയ്തിട്ടാൽ, പൈസയും പരിപാടിയൊക്കെ ഉള്ള ഒരാൾ ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോകും. നമുക്ക് ആ ട്രാക്ക് എടുക്കാൻ പറ്റില്ല. വേറെ ആൾ അത് എടുത്തിട്ട് അത് ആളെ ട്രാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോഴും ആൾക്കാരെ കാണുന്ന എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. എനിക്ക് അത്രേ പറയുള്ളൂ. ഇത്രയൊക്കെ അനുഭവിച്ചവൻ ഒരു വർഷത്തിന് ശേഷം ഒരു ഡിസ് ഇറക്കുമ്പോൾ അതിനകത്ത് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. കിട്ടിയ ഹിറ്റ് മൊത്തം മെലഡി ക്രെഡിറ്റ് സ്വന്തം ഇട്ട മുത്തുഡബ്ബ പാരടി. ഇത് പറഞ്ഞത് തന്നെ എന്താ ഞാൻ പറയാം, കുറഞ്ഞു പോയി എന്ന് ഞാൻ പറയും. അത്രയും ആ ചെക്കനെ പൈസയും കൊടുത്തില്ല, അവൻ്റെ അടിച്ചു മാറ്റുകയും ചെയ്തു, എന്നിട്ട് ക്രെഡിറ്റും കൊണ്ടുപോയി. ലാസ്റ്റ് ഇത് അവിടുന്ന് ഈ സ്വന്തം ഒറിജിനൽ സാധനം അടിച്ച് ഒഴിവാക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡിസ് ഇറക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇത്രയെങ്കിലും കിട്ടിയത് ഉണ്ടാതിരിക്കുക. അല്ലെങ്കിലും ഡാപ്സി ഉണ്ടാലൊന്നുമില്ല. ഡാപ്സി ഭയങ്കര അല്ലെങ്കിൽ സ്റ്റേജ് മക്കളന്ന് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിക്കുന്ന ആളാണ്.
ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് കളിയല്ല, ഇറ്റ്സ് നോട്ട് എ കുട്ടിക്കളി. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ഒരു കളിയല്ല, കുട്ടിക്കളിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഡബ്സി മനസ്സിലാക്കേണ്ടത് അടിച്ചു മാറ്റിയും കട്ടി ചുരണ്ടൊന്നും കുറേ കാലം ഒന്നും പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റില്ല. ടാലൻറ്റഡ് ആണ്, അല്ല എന്ന് പറയില്ല. ഡബ്സി ഈസ് ടാലൻറ്റഡ്. നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള റാപ്പ് സിംഗേഴ്സ് ഉണ്ട്. ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇവരുടെ ടാലൻറ്റ് മോശമാണെന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഡാപ്സിക്ക് ഡാപ്സിൻ്റേതായിട്ടുള്ള കഴിവും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ ഒരുമാതിരി കാശും ഫെയിമും വരുമ്പോൾ എൻ്റെ അടിയിലാണോ അവൻ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെത് എടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ചെയ്ത പണിക്ക് കാശ് കൊടുക്കുക എന്നുള്ളതൊരു മാന്യതയാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ MHR പറഞ്ഞ പോലെ എല്ലാം അറിയുന്നവരാണ്, അപ്പോൾ തമ്മിൽ പറയുക ഇത് ഞാൻ എടുത്തു പോയി അളിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരേണ്ട ഐറ്റേ ഉള്ളൂ. അതിന് അവിടെ ചെന്നിട്ട് മൂത്താപ്പ് കളിച്ച് കാശ് എത്ര വേണമെന്ന് ചോദിക്കുക, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി തുരപ്പം വെച്ച പരിപാടി ഇതന്നെ അടിച്ചു മാറ്റി അപ്പുറത്ത് കൊണ്ടുപോയി വേറെ ഇടുക. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുമാതിരി വേറെ ഭാഷയാണ് പറയേണ്ടത്. ബട്ട് സ്റ്റിൽ ഇതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഡാപ്സി വേഴ്സസ് MHRഉം ഈ ഡിസ് ഇറങ്ങിയതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, പലരും വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് തമ്മിലടിയും കച്ചറൊക്കെ ആവുന്നതാണ്. ഇല്ല, ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഡിസ് ഇറക്കി വിടുക എന്നല്ലാതെ ഇങ്ങനെ ഒന്ന് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഡിസ് ട്രാക്കിൽ പല ആർട്ടിസ്റ്റുകളും ഇറക്കിയിട്ടുള്ളത് ഡാപ്സിക്കെതിരെ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം. പക്ഷേ എവിടെയും ഇങ്ങനെ പേര് വിസിബിളായിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ MHR ഇപ്പോൾ എഴുതിയ വരികളിൽ നിന്ന് പെട്ടെന്ന് നമുക്കത് ഡാപ്സി ഒന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന പോലെ അല്ലാത്തത് കൊണ്ട് ഡാപ്സി കുറേ കഴിച്ചിലായി പോയിട്ടുണ്ട്. ഇത് ഭയങ്കര ക്യൂരിയസ് ആയി, ഭയങ്കര എന്താ പറയുക, അത് ഈ ഒരു ടോപ്പിക്ക് റാപ്പ് മ്യൂസിക് അത് ഇതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡാപ്സി MHR പ്രൊഫൈലുകളൊക്കെ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിനു മുമ്പ് പലരും ചെയ്തതൊക്കെ കണക്റ്റ് ആവുമായിരുന്നിരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവരെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർക്കാണെങ്കിലും ആരുടെ അത് MHRന് കേട്ട് കഴിഞ്ഞാൽ അത് ഡബ്സിക്കിട്ടുള്ള അടിയാന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ലിറിക്സ് എഴുതി അടിച്ചതുണ്ടല്ലോ, അതിൻ്റെ ബാക്കിലുള്ള കഥയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ രസമുണ്ട് കേട്ടോ സാധനം. ഡാപ്സിക്കിട്ടുള്ള അടിയാണെങ്കിലും അല്ലെങ്കിൽ MHRൻ്റെ ഡിസ്സൊക്കെ വേറെ ലെവലാണ്. ഇത് റേഞ്ച് പോയ ഒരു ഐറ്റം. ഇനിയിപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഡാപ്സിക്ക് ഇതിനൊന്നും റെസ്പോൺസ് കൊടുക്കാറില്ല കുറേ കാലമായിട്ട്. റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാപ്സി ഇന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഒരു റെസ്പോൺസ് ഇതിൽ കൊടുക്കുമെന്ന് എനിക്ക് ഫീൽ ആവണില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്.